ज्ञानविमृन्दस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरो वैष्णवांश श्रीरूपं सागजातं सहगणरघुनाथान् तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सह गणललितां श्रीविशाखान्वितां च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेशा गोपीकान्त राधाकान्त नमस्तुते तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। मुखं करोति वाचालं
പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം ശ്രീചൈതന്യേശ്വരം ഗുരും ഭവതാരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവത്ഗീത അധ്യായം 9 ശ്ലോകം 29. ഹരേ കൃഷ്ണ. സമോഹം സർവഭൂതേഷു സമോഹം സർവഭൂതേഷു നമേ ദേഷ്യോസ്തി നമേ ദേഷ്യോസ്തി ന പ്രിയ ന പ്രിയ സമോഹം സർവഭൂതേഷു നമോ ദേഷ്യോസ്തി ന പ്രിയ യേ ഭജന്തി തുമാം ഭക്ത്യാ യേ ഭജന്തി തുമാം ഭക്ത്യാ മയി തേ തേഷു ചാപ്യഹം മയി തേ തേഷു ചാപ്യഹം. ബുക്ക് കയ്യില്ലാത്ത ആൾക്കാരും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഞാൻ വളരെ സ്ലോലി വളരെ പതുക്കെ പറയാൻ ശ്രമിക്കൂ. സമോഹം സർവഭൂതേഷു നമോ ദേഷ്യോസ്തി ന പ്രിയ യേ ഭജന്തി തുമാം ഭക്ത്യാ മയി തേ തേഷു ചാപ്യഹം സമോഹം സർവഭൂതേഷു നമേ ദേഷ്യോസ്തി ന പ്രിയ യേ ഭജന്തി തുമാം ഭക്ത്യാ മയി തേ തേഷു ചാപ്യഹം. അഹം ഞാൻ സർവഭൂതേഷു സർവഭൂതങ്ങളിലും സമനാകുന്നു. മേ എനിക്ക് ദേഷ്യൻ ശത്രു ന അസ്തി ഭവിക്കുന്നില്ല. പ്രിയനും ന ഇല്ല. തു എന്നാൽ ഏതവർ മാം എന്നെ ഭക്തിയോടുകൂടി ഭജന്തി ഭജിക്കുന്നു. തേ അവർ മയി എന്നിലും അഹം ഞാൻ തേഷു ച അവരിലും ഉണ്ട്. ട്രാൻസ്ലേഷൻ ബൈ ഹിസ് ഡോൺ ഗേസി ഭക്തിവേദാന്ത സ്വാമി പ്രഭാത് കി ജയ. എനിക്ക് ആരോടും അസൂയയില്ല, പക്ഷപാതവുമില്ല. എല്ലാറ്റിനോടും സമഭാവനയാണ് എനിക്കുള്ളത്. പക്ഷേ ഭക്തി പുരസ്സരം ആരാണോ എന്നെ സേവിക്കുന്നത് അയാൾ എൻ്റെ സുഹൃത്തും ഞാൻ അയാളുടെ സുഹൃത്തുമാണ്. അവൻ എന്നിൽ അധിവസിക്കുന്നു. സമോഹം സർവഭൂതേഷു സമോഹം സമനാണെന്നർത്ഥം. അഹം ഞാൻ സമനാണ്. എവിടേക്കാണ് സമൻ? സർവഭൂതേഷു എല്ലാ ജീവജാലങ്ങളിലും നൃത്തം. സർവഭൂതേഷു എന്ന് വെച്ചാൽ എല്ലാ ജീവജാലങ്ങളിലും. സമൂഹം സർവഭൂതേഷു. പിന്നെന്താ പറയുന്നത്? നാ ദേഷ്യോസ്തി നാ പ്രിയ അല്ലേ? നാ ദേഷ്യം, എനിക്ക് ആരോടും ദേഷ്യമില്ല. പിന്നെ നാ പ്രിയ. എന്താ കാര്യം? പക്ഷെ അവിടെ ഒരു ക്ലോസ് വരുന്നുണ്ട്. നാ ദേഷ്യോസ്തി ന പ്രിയ യേ ഭജന്തി തുമാം ഭക്തിയ. അതാണ് അവിടെ ക്ലോസ്. എന്താ ക്ലോസ്?
ഭജന്തി തുമാം ഭക്തിയ, ഭക്തിയോട് കൂടിയിട്ട് എന്നെ ഭജിക്കുന്നവർ. ഭജന്തി, ആരാണോ ഭജിക്കുന്നത്, എങ്ങനെ, വെറുതെ ഭജിക്കലാണോ? ഭക്തി കൂടിയിട്ട്, അതാണ് ഭക്തി പുരസ്സരം. അല്ലാതെ എന്തെങ്കിലും ഇന്നൊരു ഏകാദശിയാണ്, എന്തെങ്കിലും ചെയ്തേ പറ്റുമോ, അതുകൊണ്ട് നമ്മളൊന്ന് ഭജിക്കാം, അങ്ങനെയാണോ? ഇല്ല. എല്ലായ്പ്പോഴും നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് പറ്റുമോ? ഭജന്തി മാം ഭക്തിയാണെന്നാണ് മെയിൻ പോയിന്റ്. ഭക്തി വേണം എന്നർത്ഥം. ഭക്തിയോടുകൂടി എന്നെ ഭജിക്കണം. ഭക്തി, അപ്പോൾ ഭക്തി എങ്ങനെയാണ് കിട്ടുന്നത്? എങ്ങനെയാണ്? ഭജിച്ചിട്ട്, അല്ലേ? ഭജിച്ചിട്ട് പിന്നെ ഭക്തി. ആദ്യം എന്തായി? ഭക്തി ഇല്ലാതെ ഭജിച്ചിട്ട് പിന്നെ ഭക്തിയോടുകൂടി ഭജിക്കുന്നു. അങ്ങനെയാണത്. മനസ്സിലായില്ലേ? ഭക്തി ഇല്ലെങ്കിൽ നമ്മൾ ഭജിക്കണം. എന്ത് വേണം? എന്തിനു വേണ്ടിയിട്ട്? ഭക്തി കിട്ടാൻ വേണ്ടി നമ്മൾ ഭജിക്കണം. ഭക്തി കിട്ടിയാലും നമ്മൾ ഭജിക്കണം. അങ്ങനെ ഒരു കാര്യമാണ് ഈ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതെ. അല്ലെങ്കിൽ ഇപ്പോൾ ഭഗവാൻ എന്താ? സമൂഹം. ഈക്വലാണ് ഭഗവാൻ എല്ലാവരോടും. സമൂഹം സർവഭൂതേഷു. പ്രത്യേകിച്ച് കംസനോട് ദേഷ്യം അല്ലെങ്കിൽ ശിശുപാലനോട് ദേഷ്യം ഒന്നും എനിക്കില്ല എന്നർത്ഥം. മനസ്സിലായില്ല? അല്ലെ കർണനോട് ദേഷ്യം, അല്ലേ ദുര്യോധനോട്, ഒന്നുമില്ല. എല്ലാവരും ഈക്വലാണ്. എല്ലാവരും നമുക്കാണ് ദേഷ്യം, അല്ലേ? നമുക്കല്ലേ ദേഷ്യം? നമുക്കാരൊക്കെ ദേഷ്യമാണ്. പക്ഷെ ഭഗവാൻ ആരോടും ദേഷ്യമില്ല എന്നുള്ളത്. അങ്ങനെയാണ്. അപ്പം നമ്മൾ ആ ഭാവത്തിൽ വരുമ്പോഴും എന്താവും? നമുക്ക് ഭഗവാന്റെ അടുത്ത് എത്താൻ പറ്റും. എങ്ങനെ? ഭഗവാൻ എങ്ങനെ ആരോടും ദേഷ്യമില്ല, അല്ലേ? പൂതനോട് ദേഷ്യമുണ്ടോ? ഇല്ല. ആർക്കും നമ്മെ ദേഷ്യസ്ഥിനപ്രിയ, അങ്ങനെയാണ് പറയുന്നത്. എനിക്ക് ആരോടും ദേഷ്യമില്ല. അതുപോലെ സ്നേഹമില്ല. പാണ്ഡവന്മാരോട് സ്നേഹമില്ലേ? പാണ്ഡവന്മാരോട് സ്നേഹമില്ലേ? ഉണ്ട്. പിന്നെന്താ ഇങ്ങനെ പറയുന്നു ഭഗവാൻ? പക്ഷെ അവിടെ ഒരു ക്ലോസ് വെച്ച്, ആ ക്ലോസാണ് പറയുന്നത്. ഭജന്തി തുമാം ഭക്തിയ. ഭക്തിയോടുകൂടി എന്നെ ഭജിക്കുന്ന ആൾക്കാർ മൈ തേഷു ചാഭ്യഹം ആണ്. മൈ എന്ന് വെച്ചാൽ എന്നിൽ അവരുണ്ടെന്ന്. മൈ തേഷു ചാഭ്യഹം, അവരിൽ ഞാനും ഉണ്ടെന്ന്. എന്നിൽ അവരുണ്ട്, അവർ ഞാനുണ്ട്. പിന്നെ എന്തായി പറയുന്നത്? എനിക്ക് ആരോടും ദേഷ്യം സ്നേഹമൊന്നുമില്ല എന്ന് പറയുന്നു, ഇല്ലേ? കൃഷ്ണൻ കളിപ്പിക്കുന്നുണ്ടെന്ന് നമ്മൾ, ആണോ? ഇല്ല. അതിൽ ഇതാണ് തു പറയുന്നുണ്ട്. തു എന്നാലാണ് തു എന്നുള്ളതിൻ്റെ. എന്നാൽ എനിക്ക് ആരോടും ദേഷ്യവുമില്ല, അതുപോലെ ആരോടും സ്നേഹമില്ല. എന്നാൽ, അല്ലേ? സമൂഹം സർവഭൂതേഷു ഞാൻ ദേഷ്യത്തിനപ്രിയ. പക്ഷെ എന്താ? ഭജന്തി തു. ആ തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, ബട്ട് എന്ന് പറയില്ലേ, ഇംഗ്ലീഷിൽ ബട്ട്. എന്നാൽ ഭജന്തി, എന്നാൽ. അപ്പം എന്നെ ഭജിക്കുന്നുണ്ടെങ്കിൽ, എന്നാൽ എന്നർത്ഥം. അങ്ങനെ വരുമ്പോൾ ഭജന്തി തു മാം ഭക്തിയ, എന്നെ ഭക്തിയോട് കൂടിയിട്ട് ഭജിക്കുന്നുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ മൈ തേഷു, അല്ലേ? മൈ എന്ന് വെച്ചാൽ എന്നിൽ, എന്ന് വെച്ചാൽ അവരെ. മൈ തേഷു ചാഭ്യം, ഞാൻ അവരിലും അവരെന്നിലും വസിക്കുന്നു എന്നർത്ഥം. അതിനൊക്കെ കൂടെ എന്താ വേണ്ടത്? ഇതിന് ഇപ്പോൾ ഭഗവാൻ ഇതിൽ എത്ര ആൾക്കാരിൽ വസിക്കുന്നുണ്ട്? എന്നാൽ ഭഗവാൻ എല്ലാവരുടെ ഹൃദയത്തിലിരിക്കുന്നത് ഭഗവാൻ പറയുന്നില്ലേ? ഭഗവാൻ പറയുന്നു സർവസ്വചാം വിഷ്ണു. അപ്പോൾ അവിടെ പറഞ്ഞില്ല വർത്തിരാക്കര ഹൃദയത്തിലെ ഞാനിരിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞില്ലല്ലോ. എന്താ അത്? അവിടെ പറയുന്നുണ്ട് സർവസ്യ ച അഹം ഹൃദി സന്നിവിഷ്ടോ. സർവസ്യ ച അഹം ഹൃദി സന്നിവിഷ്ടോ. ഹൃദയത്തിൽ ഞാൻ സന്നിവിഷ്ടനാണ്. ആരുടെ? സർവസ്യ എല്ലാവരുടെയും നിർത്തം. എല്ലാവരുടെയും ഹൃദയത്തിൽ ഞാൻ സന്നിവിഷ്ടനാന്ന് പറയുന്നു, അല്ലേ? പക്ഷേ സന്നിവിഷ്ടനാണ്, ഉണ്ട്. ഭഗവാൻ എല്ലാ ഹൃദയത്തിലുണ്ട്. പക്ഷെ എന്താണ്? സമൂഹം സർവഭൂതേഷു. എനിക്ക് പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല എന്നർത്ഥം. എനിക്ക് പ്രത്യേകിച്ച് ദേഷ്യമില്ല, അതുപോലെ സ്നേഹവും ഇഷ്ടമൊന്നുമില്ല.
പക്ഷേ എന്നെ ഭജിക്കാൻ തുടങ്ങുമ്പോഴെന്താവും, അവർക്ക് എന്നെ കാണാൻ കഴിയുന്നിടത്തും. അതാണ് എൻ്റെ കാര്യം. അപ്പോൾ അവർക്കറിയാം അവരിൽ ഞാനുണ്ട് എന്നുള്ളത്. അതാണ് പ്രത്യേകത. ഒരു കൃഷ്ണ കൃഷ്ണ അങ്ങനെ ഭജിക്കുമ്പോൾ കാണാൻ പറ്റുന്നു, അല്ലെങ്കിൽ കാണാൻ പറ്റുന്നില്ല എന്നർത്ഥം. അതാണ് എൻ്റെ കാര്യം. അപ്പോൾ ഭഗവാൻ എത്ര ആൾക്കാർ കാണാൻ കഴിയുന്നുണ്ട്, ആർക്കൊക്കെ കാണാൻ കഴിയുന്നുണ്ട്? ഭക്തർക്ക്. ഭജന്തു തോ മാം ഭക്തിയ. ഭക്തിയോട് കൂടി ഭജിക്കുക. ഭക്തി ഉണ്ടോ എന്നുള്ള എങ്ങനെ അറിയാം? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ആർക്കെല്ലാം അറിയും? എങ്ങനെയാണ് നമുക്ക് ഭക്തി ഉണ്ടോ നമുക്കറിയാം? ഭഗവാൻ പറയുന്നുണ്ട് ഭക്തിയാമാം അഭിജാനന്തി. ഭക്തി കൊണ്ട് മാത്രമേ എന്നെ അറിയാൻ പറ്റുള്ളൂ, അല്ലേ? യാവാൻ യശ്യാമി തത്വത. തത്വത്തിൽ എന്നെ അറിയാൻ കഴിയുന്ന ആൾക്കാർ ഭക്തി കൊണ്ട് മാത്രമേ അറിയാം. എല്ലാവർക്കും അറിയാം. കൃഷ്ണൻ, ഗുരുവായൂരപ്പൻ എല്ലാവർക്കും അറിയില്ലേ? അതിൻ്റെ അപ്പുറത്തേക്ക് എന്താ അറിയാം? കൃഷ്ണൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെന്നുള്ള ആൾക്കാർക്ക് അറിയുന്നുണ്ടോ? അറിയുന്നില്ല, അല്ലേ? ഗുരുവായൂരപ്പൻ ഇതൊക്കെ പറയുന്നുണ്ടെന്ന് ആർക്കെങ്കിലും അറിയോ? പിന്നെ ഈ ബുക്ക് കൊടുത്ത ആരെങ്കിലും വാങ്ങും അവിടെ? ബുക്ക് കഴിയുമ്പോൾ ഓടിപ്പോവര്. ഇതറിയണ്ട അവർക്ക്, അല്ലേ? അറിയാനുള്ള ആഗ്രഹമില്ല. അങ്ങനെയാണ് ഭക്തി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നിൻ്റെ ആവശ്യമില്ല. അതാണ് കാര്യം. ഭക്തി വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കൃഷ്ണൻ്റെ, കൃഷ്ണൻ എൻ്റെ, ഇത് മാത്രമാണ്. ഈ കൃഷ്ണൻ മാത്രം. അതാണ് ശരിക്കും ഭക്തി വന്നു കഴിഞ്ഞാൽ. പിന്നെ ഒന്നിൻ്റെയും ആവശ്യമില്ല എന്നുള്ളതാണ് ശരിക്കും. ജീവനസ്വരൂപ നിത്യകൃഷ്ണദാസ്. നമ്മുടെ സ്വഭാവം തന്നെ, ഒറിജിനൽ സ്വരൂപം, മൂലസ്വരൂപം നമ്മുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിത്യകൃഷ്ണദാസാണ്. അതാണ് നമ്മുടെ സ്വരൂപം. എന്താ നമ്മുടെ സ്വരൂപം ശരിക്കും? നമ്മൾ കാണുന്ന ഫോട്ടോ ഉണ്ടോ നമ്മുടെ സ്വരൂപം? നമ്മൾ ഫോട്ടോ ഒന്നുകൂടി സൈഡിലേക്കൊക്കെ നിന്ന്, അല്ലേ? അല്ല, സെൽഫി എടുത്ത് ആണോ നമ്മൾ? അത് നമ്മളാണോ? അല്ല, അത് നമ്മുടെ ശരീരമാണ്. അത് നമ്മളല്ല. മനസ്സിലായില്ലേ? നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ആണ് എന്ത് ജീവാത്മാവ്. എത്ര ആൾക്കാർ അത് മനസ്സിലാക്കുന്നുണ്ട്? ഇല്ലയോ? പിന്നെ എങ്ങനെയാണ് ഭക്തിയോടുകൂടി നമുക്ക് ഭജിക്കാൻ പറ്റും? ഞാൻ കൃഷ്ണൻ്റെ അന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലല്ലേ ഞാൻ കൃഷ്ണ ഭജിക്കുള്ളൂ ശരിക്കും. അല്ലെങ്കിൽ ഒരു ജസ്റ്റ് എന്തെങ്കിലും കാണിച്ചു കൂട്ടുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ശരിക്കും. അപ്പോൾ നമ്മളിപ്പോഴൊക്കെ ജപിക്കുന്ന പോലെ ജപിക്കുന്ന നിർബന്ധമാണ്, ജപിച്ചേ പറ്റുമോ? അപ്പോൾ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം രാം കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ഹരേ, ഇല്ലേ? ഇത് ഇത്രയായിട്ടുള്ളതൊക്കെ നോക്കുന്നത് നമ്മൾ ജപിക്കുന്ന സമയം. ഇത്രയായിട്ടുള്ള ഇനി ബാക്കി വൈകിട്ട് നോക്കാം. അതാണ് നമ്മുടെ ഭക്തി, അല്ലേ? അങ്ങനെ അല്ലെങ്കിൽ ഭക്തി വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഭഗവാന്റെ നാമം നിർത്താൻ തോന്നുന്നില്ല എന്നർത്ഥം. മനസ്സിലായില്ലേ? ഭഗവാന്റെ നാമം ജപിക്കാൻ നമുക്ക് ഈ ഒരു നാവ് മാത്രം പോരാന്നുള്ളതാണ്. ധാരാളം നാവ് വേണം. അപ്പോഴേ നമുക്ക് ഇതിൽ വരുള്ളൂ. സ്വന്തം ശരിയായുള്ള തൃപ്തി ആവുന്നില്ല, ഇനിയും വേണം എന്നുള്ളതാണ്. രസം കുടിക്കാനുള്ള ആഗ്രഹമുണ്ട് സാമ്പാറിനോട് കൂടിയിട്ട്. അതാണ്. അങ്ങനെ ആ രസത്തിലേക്ക് വരുന്നില്ല എന്നർത്ഥം. രസത്തിലേക്ക് വരാൻ വേറെ വിഷയമൊന്നുമില്ല. എന്താണ്? സതതം, അല്ലേ? സതതം കീർത്തയം തോമാം, അല്ലേ? സതതം, അല്ലേ? എപ്പോഴും നമുക്ക് സാധിക്കും. നമുക്ക് ഭക്ഷണം വയ്ക്കണം, അല്ലേ? കുട്ടികളെ നോക്കണം, ഭക്ഷണം വയ്ക്കണം, ഹസ്ബൻഡ് വരുന്നുണ്ട്, അവരെ നോക്കണം, എല്ലാ കാര്യം ചെയ്യുന്നില്ലേ? നമുക്കിവിടെ സമയം സതതം പിന്നെ എങ്ങനെയാ പറ്റുമോ? സതതം പറ്റുമോ? ശ്രമിക്കാം. സതതം കീർത്തയാൻ ദോഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കീർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ പാട്ട് മാത്രമൊന്നുമല്ല. ഭഗവാനെ പറ്റി ഗ്ലോറിഫൈ ചെയ്യാൻ നടത്തും. ഭഗവാനെ പറ്റി ചിന്തിക്കുന്ന ഗ്ലോറിഫിക്കേഷനാണ്. ഭഗവാന്റെ ലീലകൾ നമ്മൾ ചിന്തിക്കുന്നത് കീർത്തനാണ്. അതും കീർത്തനയാണ്. കീർത്തനം പലതരത്തിലുണ്ട്. ജപം മറ്റൊരു കീർത്തനാണ്. മനസ്സിലായില്ലേ? ഉറക്കെ കീർത്തനം ചെയ്യുന്നത് ഒന്ന് സങ്കീർത്തനം ചെയ്യുന്നു, അത് മറ്റൊരു കീർത്തനമാണ്. എല്ലാം കീർത്തനമാണ്. ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുന്നതും കീർത്തനം തന്നെയാണ്. കീർത്തിക്കുകയാണ് നമ്മൾ മനസ്സിൽ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ ഭഗവാൻ എല്ലാവർക്കും സമനാണ്. ആരോടും ദേഷ്യമില്ല, സ്നേഹമില്ല. അപ്പം നമ്മൾ ഒരു സൈഡിൽ പിടിച്ചിട്ട് കാര്യമില്ല എന്നർത്ഥം. മനസ്സിലായില്ലേ? നമ്മൾ തെറ്റാ ചെയ്യുന്നത്, അതാണ് കാര്യം. പക്ഷേ എന്ത് ചെയ്യാം?
പാണ്ഡവന്മാരെന്ന് വെച്ചാൽ നല്ല ഡിവോട്ടീസാണ്. പക്ഷെ എന്നാലും വേറെ ഡിവോട്ടി ഭഗവത്ഗീത വായിച്ചിട്ട് അർജുനോട് ദേഷ്യം വന്ന് അപ്പം എന്തെത്ര ദേഷ്യം അർജുനോട് വെച്ച് പറയണം, എൻ്റെ ഭഗവാനെ യുദ്ധത്തിൻ്റെ അടുക്കൽ കൊണ്ടുപോയി നിർത്തിയിട്ട് പലരും അയക്കുന്ന ശരം ഭഗവാന്റെ ദേഹത്ത് കൊണ്ട് അർജുനൻ കാരനാണെന്നത്. പല ആൾക്കാരും പല രീതിയിലാണ് കാണുന്നത്, മനസ്സിലായില്ലേ? ഭഗവാൻ വിഷമിച്ചു, ഭഗവാൻ അവിടെ ബുദ്ധിമുട്ടി എന്നുള്ളതാണ് കാണുന്നത്. പ്രശ്നം വന്നു, ഭീഷ്മര് വിടുന്ന ഓരോ ഏരോകളും എന്തുണ്ടാവുന്നു, ഭഗവാന്റെ ദേഹത്ത് കൊണ്ടുവന്നു. അപ്പോൾ അത് ആര് കാരണത്? അർജുനൻ. അതാണ് അങ്ങനെ പല ആൾക്കാരും പല രീതിയിലാണ് കാണുന്നത്, അല്ലേ? പക്ഷെ അതും ഡിവോഷണലാണ്. ഡിവോഷണൽ കൃഷ്ണനോട് അത്രയും സ്നേഹമായിട്ടാണ്, അത്രയും സ്നേഹം കൊണ്ടാണ് തോന്നുന്നത്. അതും ഡിവോഷനാണ്. ഡിവോഷൻ പലതരത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഡിവോഷൻ ഏതെല്ലാം തരത്തിൽ, പലതരത്തിലും പല ആൾക്കാരും പല രീതിയിലും കാണുന്നതാണ്. ഭഗവാൻ ഇതിൽ സമമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ ഭാഗവത്തിൽ പറയുന്നുണ്ട്, ശ്രീമദ് ഭാഗവതം പറയുന്നുണ്ട്, ഞാൻ ഭക്തന്മാരുടെ കൂടെയാണെന്ന് ഈ സമയത്ത്. ഭക്തി ഉള്ള ആൾക്കാരുടെ കൂടെ, ഭക്തന്മാരെ കൂടെയാണ് ഞാൻ. എങ്ങനെയാണത്? ഇതിൻ്റെ അത് ഭഗവത്ഗീതയാണ്. അതിന് ഇതിൽ നമ്മുടെ യോഗിയായിട്ട് അംബരീഷ മഹാരാജുവിനെ ശപിച്ചിട്ട് അദ്ദേഹത്തെ ദുർവാസ മഹർഷി ലാസ്റ്റിൽ സുദർശൻ ചക്രം വരുമ്പോൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് അംബരീഷ മഹാരാജൻ്റെ അടുത്ത് നിന്ന്. ഇത് ലാസ്റ്റ് എത്തുന്നത് വിഷ്ണുവിൻ്റെ അടുത്താണ്. വിഷ്ണുവിൻ്റെ അടുത്ത് എത്തിയിട്ട് പ്രാർത്ഥിക്കുന്നു, രക്ഷയിലാണ്. അപ്പോൾ വിഷ്ണു പറയണത്, മൈ നിർബന്ധ ഹൃദയ സാധാ സമദർശിന പശേ കുറുവന്തി മാം ഭക്തിയ സസ്ത്രീയ സത്പതിമ്യത. എന്നെ ഭക്തന്മാർ കെട്ടിയിട്ടിരിക്കുകയെന്ന് പറയുന്നു. മൈ നിർബന്ധ ഹൃദയ, എന്നെ ഹൃദയത്തിലവർ കെട്ടിയിട്ടിരിക്കുകയാണ്, ബന്ധിച്ചിട്ടിരിക്കുകയാണ്. സാധവ സമദർശിന, ആ ഡിവോട്ടീസ് അവരും ഭഗവാന്റെ പോലെ തന്നെ സമദർശിന, സമോഹം സർവഭൂതേഷു എന്ന് പറയുന്നില്ലേ. ആ ഭക്തന്മാർക്ക് ആ സ്വഭാവം ഒന്നും അർത്ഥം. ഭഗവാനോട് പറയണെന്താ? മൈ നിർബന്ധ ഹൃദയം, എന്നെ ഹൃദയത്തിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ആരാണ്? സാധവ എന്ന് വെച്ചാൽ ഡിവോട്ടി. സാധവ സമദർശന. ഇപ്പം കൃഷ്ണൻ പറഞ്ഞില്ലേ ഇവിടെ, ഞാൻ അങ്ങനെയാണെന്ന്. സമോഹം സർവഭൂതേഷു എന്ന് പറഞ്ഞില്ലേ. അങ്ങനെയുള്ള ഭക്തന്മാരുണ്ട്. എങ്ങനെയാകുമ്പോൾ? ഭക്തി വരുമ്പോൾ, മനസ്സിലായില്ലേ? ഭക്തി വരുമ്പോൾ ഇതന്നെ സാധവ സമദർശിന പക്ഷേ കുറുവന്തി മാം ഭക്തിയ, എന്നെ കുറുവന്തി ചെയ്തിട്ട്, എന്ത് ചെയ്തിട്ട്? ഭക്തി ചെയ്തിട്ട്. പക്ഷേ എന്നെ വശത്താക്കിയിരിക്കുകയാണ് വരുന്നത്. എങ്ങനെയാണ്? പക്ഷേ കുറുവന്തി മാം ഭക്തിയ സസ്ത്രീയ സത്പതിയും യഥ. നല്ല സ്ത്രീകൾ നല്ല ഭക്തന്മാരെ എങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നു അതുപോലെ എന്നെ കെട്ടിയിരിക്കുകയാണ്. നല്ല സ്ത്രീകൾ സസ്ത്രീ സത്സ്ത്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്ത്രീകളെന്നർത്ഥം, മനസ്സിലല്ലേ? സസ്ത്രീ സത്പതിയും യഥ. സത്പതിയും അതായത് നല്ല ഭർത്താക്കന്മാരെ, സത്സ്ത്രീ എങ്ങനെയാണ് സ്നേഹം കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അല്ലാണ്ട് നമ്മുടെ ദാമോദര മാസത്തിലെ കെട്ടിയിട്ടില്ലല്ല, അത് ആ കെട്ടലല്ല, ഇത് വേറെ കെട്ടലാണ്. എങ്ങനെ സ്നേഹം കൊണ്ട് കെട്ടിയിട്ടിരിക്കുമെന്ന്, അങ്ങനെയാണ്. നമ്മളെന്തോടെ കിട്ടുന്നത്? ചങ്ങല കൊണ്ട് കെട്ടിയതാണ്. സത്സ്ത്രീയ സത്പതിയും യഥ, അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് ഭഗവാൻ ഭക്തി വന്നു കഴിഞ്ഞാൽ ഒരു പോയിന്റ് ഇതാണ്. എന്താ? സമോഹം സർവഭൂതേഷു ഭഗവാനോട് പറയുന്നു. അതുതന്നെ ഭഗവാൻ പറയുന്നത്, എൻ്റെ ഭക്തന്മാരെ എങ്ങനെയാണ്? ഭക്തി കൊണ്ട്. അവരെന്താണ്? സാധവ സമദർശന. സമദർശന എന്ന് വെച്ചാൽ എന്താ? സമത്തിൽ ദർശിക്കുന്നു. എന്താ ദർശനം? എല്ലാം കാണുന്നത്. സമദർശന, സാധാ സമദർശന. അപ്പം എൻ്റെ ഭക്തന്മാരും അങ്ങനെയാണെന്ന് അർത്ഥം. അപ്പം നമ്മളിവിടെ എത്ര ആൾക്കാർ സമദർശന്മാരുണ്ട്? വളരെ കുറച്ചുണ്ടോ? ശരി, അങ്ങനെ സമദർശന. ഹരേ കൃഷ്ണ. നമ്മൾ പുറപ്പെട്ട്, ആരെങ്കിലും ഒരാൾ പുറപ്പെട്ട് വയ്ക്കും അവരൊക്കെ. ഓക്കെ, കഴിഞ്ഞു.
हरे कृष्ण भावार्थം കൃഷ്ണ കൃപാമൂർത്തി ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദ് കി ജയ്. ഇവിടെ ഒരു ചോദ്യത്തിനിടയുണ്ട്. കൃഷ്ണന് ഏവരിലും സമഭാവനയാണുള്ളതെങ്കിൽ ആരോടും ഭക്തനും അതുപോലെ തന്നെ ഭഗവാനായിട്ടുള്ള ബന്ധം പറയുന്നത് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു സ്വർണത്തിൻ്റെ ഒരു ആഭരണത്തിലുള്ള സ്വർണ്ണ മോതിരത്തിലുള്ള ഒരു വൈരക്കല്ലാണ്, രണ്ടും കൂടിയാണ്. അപ്പോൾ ഈ വൈരമാരാണ് ശരിക്കും കൃഷ്ണനാണ്. സ്വർണം ഭഗവാനോട് കൂടിച്ചേരാൻ പോകുന്ന സമയത്ത് ആൾ സ്വർണ്ണമാവും എന്നർത്ഥം ആണ് എൻ്റെ കാര്യം. രണ്ടും ആകുമ്പോൾ അത് തിളങ്ങും, ശോഭിക്കും എന്നർത്ഥം. കൃഷ്ണനും അതുപോലെ ഭക്തനും കൂടിയാകുമ്പോൾ എന്താവുന്നു, വളരെ ശോഭയുണ്ടാവും എന്നർത്ഥം. ജീവാത്മാവിൻ്റെ ആ ശോഭ ശരിക്കും വരുന്നത് എപ്പോഴാണ്? കൃഷ്ണനായിട്ട് കണക്ഷൻ വരുമ്പോൾ മാത്രമാണ്. ഭഗവാൻ മിന്നിത്തിളങ്ങുന്ന ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ഭഗവാന് ഇഷ്ടമുള്ള കാര്യം അത്. ഏത്? ഈ എൻ്റെ മക്കൾ എൻ്റെ അടുത്ത് തിരിച്ചു വരിക എന്നുള്ളത് ഭഗവാൻ ഏറ്റവും സന്തോഷമുള്ള കാര്യം അത്. പക്ഷെ വളരെ റേറെ സംഭവിക്കുന്നുള്ളൂ. ഭക്തന്മാരുടെ അത്ര തന്നെ എന്തുമാത്രം സ്നേഹമാണ് കൃഷ്ണനെ, അതുപോലെ മറ്റാരും ഇല്ല എന്നാണ് കൃഷ്ണൻ പറയുന്നത്. ആരും അങ്ങനെ കൃഷ്ണന് പ്രിയരല്ല. എങ്ങനെ? ഭക്തന്മാരുടെ അത്രയും. ഈ ആത്മയോനിരുന്ന ശങ്കര അതിൽ പറയുന്നുണ്ട്, നാ തഥാമേ പ്രിയതമ. ബുദ്ധരോട് പറയുന്നതാണ്, നാ തഥാമേ പ്രിയതമ, എനിക്ക് വളരെ പ്രിയമായിട്ടുള്ളത്. നാ തഥാമേ പ്രിയതമ ആത്മയോനിരുന്ന ശങ്കര. ആത്മയോനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാനിൽ നിന്ന് തന്നെ ജനിച്ച ആളെന്നർത്ഥം. ആത്മയോനി ബ്രഹ്മാവ്. ബ്രഹ്മാവിനെ കണ്ടിട്ടില്ലേ? എങ്ങനെയോ ഭഗവാന്റെ നാഭി എന്നുള്ള താമരയിലാണ് ജനിക്കുന്നത്. അതിനെ ആത്മയോനി എന്നാണ് പറയുന്നത്. ആരെ? ബ്രഹ്മാവിനെ ആത്മയോനി. അതായത് മറ്റുള്ള പേരൻസ്, മെറ്റീരിയൽ പേരൻസ് ഒന്നും ഇല്ലാത്ത നൃത്തം. അങ്ങനെ അച്ഛനും അമ്മയൊന്നും ഇല്ലാണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നു. ന തഥാമേ പ്രിയതമ ആത്മയോനി എന്ന ശങ്കര. നച്ച സംഘർഷണനോ ശ്രീ. നച്ച സംഘർഷൻ ഭഗവാന്റെ അടുത്ത എക്സ്പെൻഷനാണ്. കൃഷ്ണൻ്റെ അടുത്ത ആളാണ് സംഘർഷൻ. പക്ഷെ പറയണെന്താ? നച്ച സംഘർഷണ ന ശ്രീ. ആരാ ശ്രീ? ആരാ? ലക്ഷ്മി ദേവി. ഭഗവാന്റെ ഹൃദയത്തിൽ എപ്പോഴും ഇരിക്കുന്ന ആളാണ് ലക്ഷ്മി ദേവി. അതും എനിക്ക് അത്ര പ്രിയാലാണ്. നത്ത പ്രിയതമ. പിന്നെ ആരാ പിന്നെയുള്ളത്? നൈവാത്മാച്ച യഥാ ഭവാൻ. ബുദ്ധനോട് പറയുന്നത് നൈവ ആത്മാൻ, ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നില്ല. ആത്മാച്ച ഞാൻ തന്നെ അത്ര സ്നേഹിക്കുന്നില്ല. യഥാ ഭവാൻ, നിന്റെ പോലെ എനിക്ക് സ്നേഹം ആരോടുമില്ല എന്ന്. ഉദ്ധർ ഭക്തനാണ് കൃഷ്ണൻ്റെ. ഉദ്ധരനെ വെച്ചാൽ വളരെ ക്ലോസ് ഭക്തനാണ്. ഇതിൽ 11ാമത്തെ സ്കന്ധത്തിൽ ഉദ്ധരായിട്ട് സംസാരിക്കുന്നുണ്ട്. ഭഗവാൻ റെഡി ആയിട്ട് പോകാൻ നിൽക്കുകയാണ്. ദ്വാരക പോന്നു കഴിഞ്ഞു. അടുത്ത് തന്നെ എല്ലാം അവസാനിക്കുകയാണ്. ഈ ലോകം തിരിച്ചു പോകുന്നു, ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകുന്ന ആ സമയത്ത് ഉദ്ധവർ ഓടി ചെന്നിട്ട് ഭയങ്കര സങ്കടത്തിൽ. ഉദ്ധവർക്ക് മനസ്സിലാവുന്നുണ്ട് കൃഷ്ണൻ പോവുകയാണെന്ന്. അപ്പോൾ പറയും ഒരു സമ്മതിക്കില്ല എന്നാണ്, വിട്ടുപോകാൻ സമ്മതിക്കില്ല. ഉദ്ധവർക്ക് കൂടെ പോകണം ഭഗവാൻ കൃഷ്ണൻ്റെ. ഉദ്ധവർക്ക് സംഭവം മനസ്സിലായി, മറ്റുള്ള ആൾക്കാർക്കൊന്നും അറിഞ്ഞില്ല. ഉദ്ധവർ അത്രയും ക്ലോസ് ആയതുകൊണ്ട് ഉദ്ധവന് മനസ്സിലായി. അവിടെ നിന്നൊരു ഉദ്ധവരായിട്ട് സംസാരിക്കുന്നതിൽ പറയുന്നത് ഭക്തനോടുള്ള സ്നേഹം എന്താണെന്നുള്ളത്. നാ തഥാമേ പ്രിയതമോ ആത്മയോനി എന്ന ശങ്കര നച്ച സംഘർഷണ നൈവാത്മാച്ച യഥാ ഭവാൻ. ഞാൻ എന്നെ കൂടുതൽ നൈവാത്മ, ആത്മാന്ന് വെച്ചാൽ ഞാൻ, നൈവ എന്നാ ഇല്ല എന്നാണ് പറയുന്നത്. യഥാ ഭവാൻ, എങ്ങനെയാണ് അങ്ങ്. എന്താ പറയുന്നത് കൃഷ്ണൻ? ആരോട് പറയുന്നത്? ഉദ്ധവരോട് പറയുന്നത്. ആത്മയോനി, അതായത് ബ്രഹ്മാവില്ല, ശങ്കരനില്ല. മനസ്സിലായി? ഭഗവാൻ തന്നെ മറ്റൊരു എക്സ്പ്രഷനാണ്. ലക്ഷ്മി ഇല്ല, ഞാനും ഇല്ല എന്ന്. മനസ്സിലായില്ലേ? എന്നാ തഥാമേ, അതുപോലെ ആരുമില്ല എന്ന്. ആത്മയോനിയില്ല, എന്നുവെച്ചാൽ ശങ്കര ഇല്ല, സംഘർഷനില്ല. സംഘർഷിച്ച ബലറാം. നെക്സ്റ്റ് അടുത്ത ഭഗവാന്റെ എക്സ്പെൻഷനാണ് സംഘർഷ എന്ന് പറയുന്നത്. അതെന്നാണ് പിന്നെ ബാക്കിയുള്ള എല്ലാ അവതാരങ്ങളൊക്കെ വരുന്ന അവിടുന്ന് സ്റ്റെപ്പായിട്ടാണ്. അതുപോലും എനിക്ക് അത്ര ഇഷ്ടമല്ല, അത്രയല്ല
പ്രിയതമ അല്ല എന്ന്. നാ തഥാമേ പ്രിയതമ, എനിക്കത്ര പ്രിയതമ അല്ല അവരാരും. ആരെപ്പോലെ? നിന്നെ പോലെ നിർത്തും. അത് ഭക്തന്മാർ. അപ്പം നമ്മൾ ഭക്തന്മാരുടെ പൊസിഷൻ നമ്മൾ മനസ്സിലാക്കിയ പോലെ അല്ല എന്ന് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു ഭക്തനായി കഴിഞ്ഞാൽ സമൂഹം സർവഭൂതേഷു ആവണം ശരിക്കും. എങ്ങനെ ഭഗവാൻ പറയുന്നത് സമൂഹം സർവഭൂതേഷു? ഭഗവാന്റെ ക്വാളിറ്റിയിലേക്ക് വരുമ്പോഴേ നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് എത്തുള്ളൂ. കണ്ടില്ലേ, വെള്ളത്തിൽ മണ്ണെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടായിരിക്കും? കുടി ചോദിക്കുമോ? പൊന്തിക്കെടുക്കും. അതുപോലെ എനിക്ക് നമ്മൾ പൊന്തിക്കെടുക്കും. അതുകൊണ്ട് അവിടെ അങ്ങനെ പൊന്തിക്കെടുക്കുന്ന ഗ്രൂപ്പിനോടൊക്കെ എത്തിക്കില്ല എന്നർത്ഥം. മനസ്സിലായില്ലേ? അവിടെ അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കണം, അത് നമ്മൾ ഇവിടെയും വേണം. കുറേയൊക്കെ നമ്മുടെ ആ ക്വാളിറ്റി നമുക്ക് വരണം. അത് നാമം ജപിച്ചിട്ട് വരണം. നാമം ജപിച്ചിട്ടും ഭക്തന്മാരോട് സംസാരിച്ചിട്ടും പതുക്കെ നമ്മളിലുള്ള ക്വാളിറ്റി എന്താ മോശം ഇല്ലേ? നമ്മുടെ സംസാരത്തിലാണോ, പ്രവൃത്തിയിലാണോ, നമ്മുടെ സ്നേഹത്തിലാണോ, അല്ലെങ്കിൽ എന്താണ് നമുക്കുള്ളത് മനസ്സിലായി പതുക്കെ നമ്മൾ മാറ്റണം. മാറ്റിക്കഴിഞ്ഞാൽ മാത്രമാണ് എന്താവുന്നത്, ഭക്തിയിലേക്ക് വരുന്നുള്ളൂ എന്നർത്ഥം. എന്താ ഭക്തിയമ്മ വിജാനാദി. ഭക്തി കൊണ്ട് മാത്രമേ അറിയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അറിയില്ല. നമ്മൾ അറിയുന്നത് ഭക്തി കൂടെ അറിയുന്നല്ല. നമ്മൾ ഈ ബുക്ക് കൂടി അങ്ങനെയൊക്കെ നോക്കി മനസ്സിലാക്കി മറ്റാൾക്കാർ പറഞ്ഞിട്ട് അറിയുന്നു. ഭക്തിയിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ആൾ നേരിട്ട് സംസാരിക്കും ഭഗവാനായിട്ട്. നേരിട്ട് ക്ലോസ്നെസ് ഉണ്ടായിരിക്കും. പിന്നെ അവർക്ക് ഒരിക്കലും കള്ളം പറയാൻ തോന്നില്ല. ഒരിക്കലും ഒരാളെ ചീറ്റ് ചെയ്യാൻ തോന്നില്ല. ഒന്നിൻ്റെ ആവശ്യം ഇവിടെ ഉണ്ടെന്ന് അവർക്ക് തോന്നില്ല. ഇതെൻ്റെ എല്ലാ ഇവിടുത്തെ സ്ഥലം എന്നുള്ള അവർക്ക് അപ്പോൾ തോന്നും. അങ്ങനെ കൃഷ്ണൻ ദ്വാരക വിട്ടിട്ട് വെള്ളത്തിൽ മുക്കിയിട്ട് പോയില്ലേ? അങ്ങനെ എന്ത് വലിയ സിറ്റിയാണത്. സ്വർണത്തിൻ്റെ പില്ലേഴ്സും അങ്ങനെയൊക്കെയുള്ള ഭയങ്കര സാധനം വിട്ടുപോയത്, വെള്ളത്തിൽ മുക്കിപ്പോയത്. എന്തെങ്കിലും വിഷമമുണ്ടായി? നമുക്കെന്താ, നമ്മുടെ ബാങ്കിൽ വെച്ചിട്ടുള്ള മാല, സ്വർണത്തിൻ്റെ മാല അല്ലേ, അങ്ങനെ നമ്മൾ ഇരിക്കുന്നത് നഷ്ടപ്പെടും. ബാങ്ക് ലോക്കറിലാണ് ഇരിക്കുന്നത്. ലോക്കറിൻ്റെ കാര്യം പറയാൻ വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെയാണ് നമ്മുടെ സ്ഥിതി വരുന്നത് അല്ലേ? അവിടെ എന്താ ചെയ്ത് ഭഗവാൻ സ്വർണത്തിൻ്റെ ദ്വാരം കംപ്ലീറ്റ് ആക്കി വിട്ടിട്ട് പോവാണ് അവിടുന്ന്. കാരണം ഭഗവാനിലെ ആ ക്വാളിറ്റിയിൽ ഒരു ക്വാളിറ്റിയാണ് ഇത്. ഒന്നും വേണ്ടെന്നല്ല, ഒന്നിനോട് അറ്റാച്ച്മെൻ്റ് ഇല്ലാന്ന്. അങ്ങനെയാണ്. അങ്ങനെയുള്ള പൊസിഷനിലേക്ക് വരണം. നമ്മൾ വരും. കാരണം നമ്മൾ ആ ലൈനിലാണ്. ഡ്രോപ്പ് അത് പറയുന്ന പോലെ കണക്ഷനായി കഴിഞ്ഞാൽ നമുക്കിതിനെ ഇല്ലേ? ഞാൻ പറയില്ലേ, ആ ഫാനിൻ്റെ ഒരു ലെക്ചറിൽ പറയുന്നതാണ്. ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, സ്വിച്ച് ഓഫ് ചെയ്തു, പിന്നെയും കറങ്ങുന്നുണ്ട്. പക്ഷേ നിൽക്കുന്നുള്ളത് ഉറപ്പാണെന്നുള്ളത്. ഷുവറാണ് നിൽക്കും. കാരണം കണക്ഷൻ പോയി, സ്വിച്ച് ഓഫ് ചെയ്തു. അതുപോലെ നമ്മുടെ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു, ഇപ്പോഴും കറങ്ങുന്നുണ്ടാവും. പക്ഷേ പല ആൾക്കാരുടെ ആ ഫാൻ്റെ ഇതുപോലെ ശക്തി പോലെ ഇരിക്കും. കുറേ ആൾക്കാർ ഭയങ്കര ശക്തിയുള്ള ആൾക്കാരിക്കും, അത് കുറേ കൂടി പിന്നെയും കറങ്ങും. അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഭാഗ്യമുള്ള ആൾക്കാരാണ്. അറ്റ്ലീസ്റ്റ് വളരെ കുറച്ച് ആൾക്കാരെങ്കിലും മഹാഭാഗ്യവും വരാം. ജീവിതത്തിൻ്റെ ശരിയായുള്ള സത്യം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു നമുക്ക് നടന്നാൽ മതി. അത്രയേ ഉള്ളൂ. ഹരേ കൃഷ്ണ.